10 ദിവസം കൊണ്ട് 10 കിലോ കുറക്കാം, ഇങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇത്തരം വീഡിയോസ് കാണുന്നതിനെ കുറിച്ച് ഇതിനോടുള്ള നെയ്മിന്റെ റിയാക്ഷൻ എങ്ങനെയാണ്? ആക്ച്വലി ഇത് കാണുന്നവരെക്കാളും കൂടുതൽ ഇത് ചെയ്യുന്നവരെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അഥവാ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നവരെ പറ്റിയിട്ട്. കാരണം എന്താന്ന് വെച്ചാല് അവര് ബാക്കിയുള്ളവർക്ക് ഒരു ഇൻഫർമേഷൻസ് ആണ് കൊടുക്കുന്നത്. ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ജനറൽ ആയിട്ടൊരു ഗൈഡ് ലൈൻ ഉണ്ട്. നമ്മൾ ഇത്ര പെർസെന്റേജ് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കണം, ഇത്ര പെർസെന്റേജ് പ്രോട്ടീൻ, ഇത്ര പെർസെന്റേജ് ഫാറ്റ്, വെള്ളം ഇത്ര കുടിക്കണം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു ഗൈഡ് ലൈൻ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആവശ്യം എന്താണ്? വ്യൂസ് ആണ് നമുക്ക് ആവശ്യം. സോ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടും. പക്ഷെ ഇത് എന്ന് പറയുന്നത് ബാക്കിയുള്ളവരെ ഹെൽത്തിനെ ബാധിക്കാത്ത രീതിയിൽ ആൾക്കാർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. 10 ദിവസത്തിനുള്ളിൽ 10 കിലോ കുറയ്ക്കാം, 5 ദിവസത്തിനുള്ളിൽ 5 കിലോ കുറയ്ക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. ഹെൽത്തി എന്നുള്ള പേരിൽ ജനറൽ ആയിട്ട് നമുക്ക് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഈ പറയുന്നതല്ല. നമുക്ക് മൈൻഡ് ചെയ്യാം.